ജോർജ് കുട്ടി ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ അയാളാണ് ചെയ്തതെന്നും അതൊരു പോലീസ് സ്റ്റേഷന്റെ അടിയിൽ കുഴിച്ചിട്ടതൊക്കെ നമ്മളെ കാണിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഇതിനിട്ട് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് കാളപ്പെടുക്കും പോലെ. പിന്നെ അത് മോഹൻലാലായി, ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാവായി, ഫിലിം ഓടിച്ചിരുന്ന കഥാപാത്രം കേബിൾ TV നടത്തുന്നവനുമായി. പടം ഗംഭീര വിജയവുമായി. കച്ചവട കണ്ണിലൂടെ ആന്റണി പെരുമ്പാവൂർ നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ജിത്തു ജോസഫ് ആ കെണിയിൽ വീഴരുതായിരുന്നു. വീണു. ദൃശ്യത്തിന്റെ 7 അയലത്തെത്തിയില്ല 2ാം ഭാഗം. പക്ഷേ ആന്റണിക്ക് കാശ് കിട്ടി. ഇപ്പോൾ ഇതാ 13 വർഷം പിന്നിടുമ്പോൾ സഹദേവനെ പോരിന് വിളിക്കാൻ പാകത്തിൽ അനുവായ എസ്തർ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നു. ഇല്ല, എന്റെ ശരീരഘടന ഉണ്ടല്ലേ ഇപ്പോൾ. ഇത് തന്നെ അൻസിബയുടെയും കാര്യം എന്ന് പറയാം. ഇപ്പൊ മോഹൻലാൽ പറയുന്നു, എന്നോട് ആന്റണി പറഞ്ഞത് ഇനിയും 2 ഭാഗങ്ങൾ കൂടി പ്ലാൻ ചെയ്യുന്നു എന്നാണ്. നമ്മുടെ സീരിയലുകളിലെ നായിക 5 വർഷം പരമ്പര നീണ്ടാൽ പ്രസവിക്കാത്ത നിറവേറുമായി നടക്കുന്നതിനേക്കാൾ കഷ്ടമല്ലേ 3ാം ഭാഗത്തിലെ എസ്തർ അടക്കമുള്ളവർ എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. സഹദേവനൊക്കെ പെൻഷനാകാതെ ബോംസായി ചെടിയെ പോലെ ദൃശ്യം. അപ്പൊ പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജിത്തു ജോസഫിന്റെ പടമായ ഈ പറയുന്ന ദൃശ്യം 3യെ കുറിച്ച്, അതായത് 1, 2, 3, 4 ഒക്കെ ആയിട്ട് ഇങ്ങനെ പാട്ടായിട്ട് സീരിയൽ പോലെ എടുക്കുന്നതിനെതിരെ പിന്നെ കാളമെടുക്കുന്നതുമായിട്ട് ഉപമിച്ച് ഒരു വീഡിയോ ആണ് നമ്മുടെ ശാന്തിയുടെ ദിനേശ് ചേട്ടൻ്റെ ഇതിനകത്ത് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പുള്ളി അതിനകത്തൊരു റിയാക്ഷൻ ചെയ്തപ്പോണ്ട് ഇങ്ങനെ പരമ്പരയായിട്ട് ഇത് ഇറക്കരുത്, അത് മോശമാണ്, അങ്ങനെ ഇറക്കിയ പടങ്ങളെല്ലാം ഫ്ലോപ്പാണ് എന്നുള്ളത് പുള്ളിയുടെ കാഴ്ചപ്പാടാണ് പുള്ളി പറഞ്ഞത്. ദൃശ്യത്തെക്കുറിച്ച് നമ്മൾ വരുമ്പം ദൃശ്യത്തിന് മുമ്പ് ആട് 1 നമുക്കറിയാലോ ഫെയിലിയർ ആയ പടമാണ്. 2ലേക്ക് വന്നപ്പം അത് വിജയിച്ചു. 3ലേക്ക് വന്നപ്പം പടം ഫിനാൻഷ്യലി അവർക്ക് എല്ലാം കിട്ടി, പക്ഷേ അത്ര അങ്ങോട്ട് പോരായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതേപോലെ തന്നെ ഈ ദൃശ്യത്തിന്റെ തട്ട് നോക്കിക്കഴിഞ്ഞാൽ ദൃശ്യം 1 തന്നെയാണ് ഏറ്റവും ടോപ്പ് നിൽക്കുന്നത്. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ ദൃശ്യം 1 അതാണ് ഏറ്റവും ബെറ്റർ. ദൃശ്യം 2 പിന്നെ OTT ആയതുകൊണ്ട് നമ്മളങ്ങനെ കണ്ട് അതിനകത്ത് ഇച്ചിരി ലോജിക്കില്ല, അതൊക്കെ പിന്നെ അന്ന് ജിത്തു ജോസഫ് പിന്നെ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു 3 പാർട്ട് ഇറക്കിയത് വെച്ച് ഇവിടെ നിർത്തുന്നതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായം കാണും. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് പറയുക. പിന്നെ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു 3 പാർട്ടിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടത് 1 ആണ്. അപ്പം ഇതിനകത്ത് ഈ ശാന്തിയുടെ ദിനേശേട്ടൻ ഈ പാർട്ടായിട്ട് ഇങ്ങനെ ഇറക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നർമ്മപരമായി പറയുന്ന വീഡിയോ ആണ്. അവസാനം വരെ കാണുക. നമ്മളത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുന്ന കാര്യം പരിഗണിക്കുക എല്ലാവരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സിനിമകൾക്കൊക്കെ പിന്നാലെ 2ാം ഭാഗം എടുക്കാൻ പോകുന്നത് എന്തിനാണ് എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. ആട് 3 കണ്ടു തീർക്കപ്പെട്ട പാട് എനിക്കേ അറിയാവൂ. വിനായകനും ഇന്ദ്രൻസും വിജയബാബുവും കൂടി ചുമ്മാ ചിരിപ്പിക്കും എന്നാണ് കരുതിയത്. തിയേറ്ററിൽ കയറുമ്പോൾ ഒരു ചുക്ക് സംഭവിച്ചില്ല ഈ ആട് 3യിൽ. ഉദയനാണ് താരം എന്ന നല്ല സിനിമ നമ്മൾ കണ്ടതാണല്ലോ, സൂപ്പർ ഹിറ്റായ പടമാണല്ലോ. പിന്നാലെ ഡോക്ടർ സരോജ് കുമാർ എന്ന ദുരന്തം ശ്രീനിവാസൻ എഴുതുമെന്ന് സ്വപ്നത്തിൽ കരുതിയ ആളല്ല ഞാൻ. എൻ്റെ ഒരു സുഹൃത്ത് ശ്രീനിവാസന്റെ അസ്മാദിയുമായ സജിൻ രാഘവൻ ആ ചിത്രത്തിന്റെ ദയനീയ പരാജയത്തോടെ സംവിധാനം അവസാനിപ്പിക്കുകയും ശ്രീനിവാസനുമായി മാനസികമായി അകലുകയും ചെയ്തു. ആദ്യം ചെയ്ത സിനിമയിൽ തന്നെ കടയടച്ച്. മോഹൻലാൽ, പ്രിയദർശൻ, സന്തോഷ് ശിവൻ മുതലായവരുമായി നല്ല സൗഹൃദം സൂക്ഷിച്ച ആളായിരുന്നു സജിൻ രാഘവൻ. സരോജ് കുമാറോടെ മോഹൻലാലുമായുള്ള ഹാർമണി നഷ്ടപ്പെട്ടു പോയിരിക്കാം. റാംജി റാവു സ്പീക്കിംഗ്, കിലുക്കം, ഇൻ ഹരിഹർ നഗർ തുടങ്ങിയ മലയാളി ആസ്വദിച്ച സിനിമകളൊക്കെ തുടരനെടുത്ത് നാമാവിശേഷമാക്കി നശിപ്പിച്ചു എന്ന് ഞാൻ പറയും. ഹിറ്റ്ലറും ഗോഡ്ഫാദറും ഒക്കെ തുടരാൻ എടുക്കാഞ്ഞത് നമ്മുടെ ഭാഗ്യം എന്ന് ഞാൻ പറയും. മേലെപ്പറമ്പിൽ ആൺവീടും കോട്ടയം കുഞ്ഞിച്ചിനും ഒക്കെ 2ാം ഭാഗം എടുക്കാൻ എവിടെയൊക്കെയോ ചർച്ചകൾ നടന്നതാണ്. എന്നോട് ഡെന്നിസ് ജോസഫ് എന്നെ ഒരു ദിവസം പറഞ്ഞു, ദിനേശ് ആ കോട്ടയം കുഞ്ഞിച്ചന്റെ 2ാം ഭാഗം എടുക്കണമെന്ന് പറഞ്ഞു. എനിക്കതിൽ ഒരു വരി എഴുതാൻ കഴിയില്ല, നിങ്ങൾ ആരെങ്കിലും കൊണ്ട് എഴുതിച്ചോ എന്ന് ഞാൻ പറഞ്ഞു എന്നൊക്കെ എന്നോട് ഡെന്നിസ് ജോസഫ് എന്നെ പറഞ്ഞു. സുരേഷ് ബാബുവിനോട് പറഞ്ഞു, 2ാം ഭാഗം എഴുതാമെന്ന് ഞാനില്ല എന്ന്. ഒരു പടവും ഒരു വർക്കും ഇല്ലാതിരിക്കുമ്പോഴാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്തെഴുതാൻ, നമ്മൾ പറയാനുള്ളതെല്ലാം ആ പടത്തിൽ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഇത് തന്നെയാണ് ദൃശ്യത്തിന്റെയും സ്ഥിതി. എത്ര ഭംഗിയായിട്ടെടുത്ത സിനിമ, പണം വാരി പടവുമായി. സാക്ഷാൽ കമൽഹാസൻ റീമേക്കിൽ അഭിനയിച്ചിട്ട് പോലും ദൃശ്യത്തിന്റെ 7 അയലത്തെത്തിയില്ല. ഇത് മണിച്ചിത്രത്താഴിലും കിരീടത്തിലുമൊക്കെ സംഭവിച്ചതാണ്. ശ്രീനിവാസന്റെ കഥ പറയുമ്പോൾ രജനീകാന്തിനെ വെച്ച് റീമേക്ക് ചെയ്തു. എന്തൊരു ദുരന്തമായിരുന്നു ആ സിനിമ. ശ്രീനിവാസൻ ഒരു C ക്ലാസ് തിയേറ്ററിലെ ഫിലിം ഓടിക്കുന്ന ജോലിക്കാരനായി ചെയ്യാനിരുന്ന സിനിമയായിരുന്നു ദൃശ്യം. അതാണ് പിന്നെ ദൃശ്യമായി മാറിയത്. ശ്രീനിവാസൻ അഭിനയിക്കാൻ അഡ്വാൻസുമായി M രഞ്ജിത്തിനോടൊപ്പം പോയത് ഞാനായിരുന്നു. പക്ഷെ നടന്നില്ല. അഡ്വാൻസ് കൊടുത്തു, പക്ഷെ നടന്നില്ല. പിന്നെ അത് മോഹൻലാലായി, ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാവായി, ഫിലിം ഓടിച്ചിരുന്ന കഥാപാത്രം കേബിൾ TV നടത്തുന്നവനുമായി. പടം ഗംഭീര വിജയവുമായി. കച്ചവട കണ്ണിലൂടെ ആന്റണി പെരുമ്പാവൂർ നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ജിത്തു ജോസഫ് ആ കെണിയിൽ വീഴരുതായിരുന്നു. വീണു. ദൃശ്യത്തിന്റെ 7 അയലത്തെത്തിയില്ല 2ാം ഭാഗം. പക്ഷേ ആന്റണിക്ക് കാശ് കിട്ടി. ഇപ്പോൾ ഇതാ 3ാം ഭാഗം വരുന്നു, 21-ാം തീയതിയോ മറ്റോ. തിരക്കഥ എഴുതാൻ ജിത്തു പേപ്പർ വാങ്ങുന്നതിന് മുമ്പ് തന്നെ 150 കോടിക്ക് ലാഭം എന്നൊക്കെ പറയുന്നു ആന്റണി. അതെന്തോ ആകട്ടെ, അത് നമ്മളെ വിഷയമല്ല.
ചിത്രീകരണം തുടങ്ങുമ്പോൾ തന്നെ ലാഭമായി എന്ന് വീരവാദം പറഞ്ഞ പടമാണ് ഈ വരുന്ന ദൃശ്യം 3. 13 വർഷം മുമ്പ് 2013 റിലീസായ ദൃശ്യത്തിൽ ജോർജ് കുട്ടിയിൽ നിന്ന് ഉത്തരങ്ങൾ കിട്ടാതായപ്പോൾ അഞ്ജുവിനെയും അനുജത്തി അനുവിനെയും സഹദേവൻ എന്ന കണ്ണിൽ ചോരയില്ലാത്ത കാക്കിധാരി പോലീസുകാരൻ തല്ലിയപ്പോൾ നമ്മൾ പ്രേക്ഷകന്റെ നെഞ്ചിൽ നല്ല നീറ്റലുണ്ടാക്കി. 13 വർഷം പിന്നിടുമ്പോൾ സഹദേവനെ പോരിന് വിളിക്കാൻ പാകത്തിൽ അനുവായ എസ്തർ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നു. ഇല്ല, അതിന്റെ ശരീരഘടന കണ്ടില്ലേ ഇപ്പോ? ഇത് തന്നെ അൻസിബയുടെയും കാര്യം എന്ന് പറയാം. ഇപ്പൊ മോഹൻലാൽ പറയുന്നു, എന്നോട് ആന്റണി പറഞ്ഞത് ഇനിയും 2 ഭാഗങ്ങൾ കൂടി പ്ലാൻ ചെയ്യുന്നു എന്നാണ്. നമ്മുടെ സീരിയലുകളിലെ നായിക 5 വർഷം പരമ്പര നീണ്ടാൽ പ്രസവിക്കാത്ത നിറവേറുമായി നടക്കുന്നതിനേക്കാൾ കഷ്ടമല്ലേ 3-ാം ഭാഗത്തിലെ എസ്തർ അടക്കമുള്ളവർ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സഹദേവനൊക്കെ പെൻഷനാകാതെ ബോൺസായി ചെടിയെ പോലെ ദൃശ്യം 3-ൽ വരുമായിരിക്കും. എന്താ ജിത്തു, ഒരു ദൃശ്യം മാത്രമേ സ്റ്റോക്ക് ഉള്ളോ നിങ്ങൾക്ക് എന്നാണ് ചോദിക്കാനുള്ളത്. മറ്റെന്തൊക്കെയോ ചെയ്തിട്ട് ക്ലച്ച് പിടിക്കാത്തതിനാലാണോ ഈ സീരിയൽ എടുപ്പ് ജിത്തു നടത്തുന്നത്? എന്നാൽ അത് കഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിത്തു എന്നോട് പിണങ്ങിയൊന്നും വേണ്ട, എൻ്റെ നല്ല സുഹൃത്താണ്. പക്ഷേ ഈ തുടരനെടുക്കൽ ഈ 5-ാം ഭാഗം എടുക്കുന്നു, 5 ഭാഗം എടുക്കുന്നു, ആന്റണി അതിന് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം തൊട്ട് മാത്രമേ ഉള്ളൂ കാര്യം. അല്ല ദൃശ്യം 1 പോലെ മികവ് വേണമെന്നൊന്നുമില്ല. ഒരു പെണ്ണ് സ്വന്തം കുട്ടിയെ അനാവശ്യമായി ഒരു ചെറുക്കൻ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവനെ തല്ലിക്കൊന്ന് കുഴിച്ചിട്ടു. പോലീസ് അന്വേഷിച്ചു വന്നു, ഡെഡ് ബോഡി കിട്ടിയില്ല. ഡെഡ് ബോഡി എങ്കിലും കിട്ടിയാൽ ഞങ്ങൾക്ക് സമാധാനമാവുമെന്ന് അവൻ്റെ തന്തയും തള്ളയൊക്കെ പറഞ്ഞിട്ടും ജോർജ് കുട്ടി ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ അയാളാണ് ചെയ്തതെന്നും അതൊരു പോലീസ് സ്റ്റേഷന്റെ അടിയിൽ കുഴിച്ചിട്ടതൊക്കെ നമ്മളെ കാണിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഇതിനിട്ട് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് കാളവെടുക്കും പോലെ. കഷ്ടമാണ് പൈസയ്ക്ക് വേണ്ടി ദൃശ്യം പോലുള്ളൊരു മനോഹരമായ ഒരു സിനിമയെ നശിപ്പിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. അപ്പൊ പ്രിയമുള്ളവരെ, കാളവെടുക്കുന്നത് പോലെ 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടി എടുക്കണ്ട എന്നാണ് നമ്മുടെ ദിനേശ് ചേട്ടന്റെ അഭിപ്രായം. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? കാര്യം എന്താ പറഞ്ഞാലും ദൃശ്യം 1 ഒരു അടിപൊളി പടമായിരുന്നു, സൂപ്പർ കഥയായിരുന്നു. അതിനകത്ത് അടിപൊളി നമുക്കൊന്നും പറയാനില്ല. ദൃശ്യം 2 വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഇച്ചിരി ലോജിക്കില്ലായ്മയൊക്കെ നമുക്ക് തോന്നി. അപ്പം അതൊക്കെ ഇച്ചിരി ഡ്രാമാറ്റിക് ആയിരിക്കുമെന്ന് ജിത്തു ജോസഫ് എന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല OTT റിലീസ് കൂടി ആയതുകൊണ്ട് നമ്മളെല്ലാവരും കണ്ട്. എന്നാലും പടം കുഴപ്പമില്ല. 3-ാം ഭാഗം കണ്ടപ്പം നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് പറയാം. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല. പേഴ്സണലി ഈ 3 പാർട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1-ാം പാർട്ട് തന്നെയാണ്. അപ്പം 2-ാം പാർട്ടും അതിനെ അപേക്ഷിച്ച് വലിയ കുഴപ്പമില്ലായിരുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ 3-ാം സ്ഥാനത്ത് ഇറങ്ങിയ പടം 3-ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാകാം. അത് സിനിമ എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് വ്യൂ, ഓരോരുത്തരുടെയും കാഴ്ചപ്പാടനുസരിച്ചാണല്ലോ. അപ്പം എന്തായിരുന്നാലും ദൃശ്യം പരമ്പരയിൽ എനിക്ക് തോന്നുന്നു ഈ 3 കൊണ്ട് നിർത്തുന്നതായിരിക്കും നല്ലത്. ഏറ്റവും ബെറ്റർ ഫസ്റ്റ് തന്നെയാണ്. അതാണ് കാമ്പുള്ളത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ട്വിസ്റ്റുകൾക്ക് വേണ്ടി ട്വിസ്റ്റുകൾ ഉണ്ടാക്കി ഇനിയും ഇതിന്റെ പേര് ആ പൊലിമ കളയണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കൂടി. അപ്പോൾ എന്തായിരുന്നാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമുക്ക് വേറൊരു വീഡിയോ ടോപ്പിക്കായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ പറയുന്നു. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നവരും പരിഗണിക്കുക. താങ്ക്